കമ്മ്യൂണിസ്റ്റുകാരും ദൈവവും തമ്മിലുള്ള ബന്ധം ചരിത്രപരമായി തന്നെ അത്ര സുഖമുള്ളതല്ല. കമ്മ്യൂണിസ്റ്റുകാർ ദൈവനിഷേധികളാണെന്നാണ് പൊതുവെയുള്ള വിമർശനം. എന്നാൽ വടക്കേ മലബാറിൽ അങ്ങനെയല്ല. അവിടെ കമ്മ്യൂണിസ്റ്റുകാരും ക്ഷേത്രങ്ങളും തമ്മിലുള്ള ബന്ധം അതിഗാഠവും ഭക്തി നിർഭരവുമാണ്. അവിടുത്തെ മിക്കവാറും ക്ഷേത്രങ്ങളും കാവുകളും നല്ല നിലയിൽ നടത്തിക്കൊണ്ടുപോകുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. വടക്കൻ കേരളത്തിലെ ഏതാണ്ട് 90% കാവ് എന്ന് തന്നെയാണ് പറയാം. ഈ 90% കാവുകളുടെയും പിന്നെ നടത്തിപ്പുകാരായിട്ട് തീയരാണ്, അല്ലെങ്കിൽ അത് മിക്കവാറും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിക്കുന്നവരായിരിക്കും. വളരെ ഭംഗിയായിട്ട് അച്ചടക്കത്തോടുകൂടി ഇത് നടത്താൻ താങ്കൾ പറഞ്ഞതുപോലെ നടത്താൻ സാധിക്കുന്നുണ്ട്. ഇത് പോക്കറ്റിലാക്കാതെ, ദൈവവിശ്വാസം ഒരിക്കലും വിറ്റ് കാശാക്കാതെ. അപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് ഇതിനെ തള്ളിപ്പറയാൻ നമ്മുടെ പാർട്ടിക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം അവരെ നിയന്ത്രിക്കുന്നത് പാർട്ടിയാണെങ്കിലും ഈ ഓരോ പാർട്ടിക്കാരന്റെയും ഉള്ളിൽ ഈശ്വരവിശ്വാസമുണ്ട്, ഈ തെയ്യവിശ്വാസമുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുമ്പോൾ അത് ആ രീതിയിലല്ല. ഈ തീയ സമുദായത്തിൽ അവരുടെ ക്ഷേത്രങ്ങൾ ഏറ്റവും കൂടുതലുണ്ട് വടക്കേ മലബാറിലും. അപ്പൊ ഏറ്റവും കൂടുതൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് കളിക്കുന്നവരവരാണ്. അപ്പൊ ഈ പാരമ്പര്യമായിട്ട് ഇതൊരു അടിസ്ഥാനപരമായിട്ട് ഒരു സാമൂഹിക ബോധത്തിന്റെ പേരിൽ വന്ന വസ്തുതയാണ്. അപ്പൊ ആ രീതിയിൽ ജനങ്ങൾ എത്ര മാറ്റം വന്നിട്ടുണ്ടെങ്കിലും അത് കലയും ദൈവ വിശ്വാസവും അടിസ്ഥാനപരമായിട്ട് അവിടെയും മറ്റു രീതിയിലും പോകുന്ന ഒരു അവസ്ഥയെ മാത്രമേ ഇല്ലൂ. അതിലിപ്പോ മറ്റ് രാജ്യങ്ങളിൽ മാനിഫെസ്റ്റോയിലും പറഞ്ഞ പോലെ ഇതിനെ പൂർണ്ണമായി തള്ളിക്കൊണ്ടൊന്നും ഒരു പ്രസ്ഥാനത്തിനും നമ്മളെ കേരളത്തിൽ പോകാൻ വേണ്ടി പറ്റൂല. നമ്മുടെ ജില്ലയുടെ ഒരു സവിശേഷമായ ചരിത്ര പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിലൂടെ കാണാം. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു നിമിഷത്തിൽ അങ്ങനെ പൊട്ടി മുളിച്ച് വന്നതല്ലോ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വരുന്നതിന് മുമ്പ് തന്നെ ഉള്ള നാടുവാഴ്ത്തത്തിനായ എതിർപ്പ് അത് മുഴുവൻ ഇതിൽ പ്രതിഫലിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഇതിന്റെ വേരുകളുണ്ട് അങ്ങോട്ട്. അങ്ങനെ നമ്മളൊരു ഒറ്റപ്പെടുത്തി ഇങ്ങനെ കണ്ടതല്ല. അപ്പൊ അതെല്ലാം ചേർന്ന ഒരു സവിശേഷമായ അന്തരീക്ഷത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഭാവമുള്ള ജനങ്ങൾ ഇത്തരം കാര്യങ്ങൾ പങ്കെടുക്കുന്നത്. അവർക്ക് കമ്മ്യൂണിസ്റ്റ് അതൊരു പരസ്പര ബന്ധമാണ്. അതിപ്പോഴും വളരെ വ്യത്യസ്തമായ നിലയിലുള്ള നിലനിൽക്കുക. ഇന്ന് കാവുകൾ പലതും ക്ഷേത്രങ്ങളായി മാറിയിട്ടുണ്ട്. എങ്കിലും അവയുടെ ഭരണം ജനകീയ കമ്മിറ്റികൾക്കാണ്. ഈ കമ്മിറ്റികളിലെല്ലാം തന്നെ കമ്മ്യൂണിസ്റ്റുകാരുമുണ്ട്. അവിടെയൊക്കെ തെയ്യക്കാരനും വെളിച്ചപ്പാടിനും ഊരാളിനുമൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണ്. നമുക്ക് ധീര രക്തസാക്ഷികളുടെ നാടായ കയ്യൂരിൽ നിന്നും തുടങ്ങാം. കയ്യൂരിന് കമ്മ്യൂണിസത്തിന്റെ മാത്രമല്ല കറകളഞ്ഞ ഭക്തിയുടെയും പാരമ്പര്യമുണ്ട്. ആ ഭക്തിയാകട്ടെ പൂണൂലണിഞ്ഞ ഉത്തരേന്ത്യൻ ദൈവങ്ങളോടല്ല, കുഞ്ഞുനാൾ മുതലേ തങ്ങളുടെ രക്തത്തിൽ അലിഞ്ഞു നിൽക്കുന്ന കാവുകളോടും അവിടങ്ങളിൽ കുടിയിരിക്കുന്ന തെയ്യങ്ങളോടുമാണ്. തങ്ങളുടെ നാട്ടുപുരാണങ്ങളിലെ വീരനായകരും കാരണവന്മാരും മുത്തപ്പന്മാരുമൊക്കെയാണ് ആ തെയ്യങ്ങൾ. ആ ഓർമ്മയിലാണ് അവരെല്ലാം നിറകണ്ണുകളുമായി തെയ്യങ്ങൾക്ക് മുമ്പിൽ തൊഴുതു നിൽക്കുന്നത്. കയ്യൂരിലെ വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിൽ പണ്ട് കീഴ്ജാതിക്കാർക്ക് പ്രവേശനമില്ലായിരുന്നു. അവിടുത്തെ ഉത്സവമാണ് ഇത്. ഊർപ്പഴച്ചിയും വേട്ടയ്ക്കൊരു മകനുമാണ് തെയ്യങ്ങൾ. ക്ഷേത്രമതിലിനു പുറത്തെ മാടം എന്ന് വിളിക്കുന്ന കൊച്ചുപുരയ്ക്ക് മുമ്പിലാണ് തെയ്യം കെട്ടിയാടുന്നത്. തെയ്യം ക്ഷേത്രത്തിന്റെ പടിവാതിൽക്കൽ വരെ മാത്രമേ പോവുകയുള്ളൂ, അകത്ത് കടക്കില്ല. ക്ഷേത്രത്തിലെ വെളിച്ചപ്പാടനാണ് പ്രേമരാജൻ. പ്രേമരാജൻ ആരാണെന്നറിയാമോ? കയ്യൂർ രക്തസാക്ഷികളിൽ ഒരാളായ കോയിത്താറ്റിൽ ചിരുകണ്ഠന്റെ മരുമകനാണ്. ചിരുകണ്ഠന്റെ നേർപെങ്ങളുടെ മകൻ, ഉറച്ച കമ്മ്യൂണിസ്റ്റ് അനുഭാവി. ഏതാണ്ട് ഒരു വർഷമായി പ്രേമരാജൻ ആചാരപ്പെട്ട് വെളിച്ചപ്പാടനായി. കയ്യൂരിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഈ വേട്ടക്കരമ ക്ഷേത്രം. അതിന്റെ കീഴിൽ ആലും ഗിരിവായൂർ ക്ഷേത്രം, അതിനുശേഷം മുണ്ടിയ. ആചാരം കയ്യൂർ മുണ്ടിയല്ലി.
വേട്ടയ്ക്കൊരു മകൻ തെയ്യം ഒരുങ്ങുകയാണ്. നേണിക്കം എന്നു സ്ഥാനപ്പേരുള്ള ഈ തെയ്യക്കാരൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അംഗമായ ശശിയാണ്. തെയ്യക്കാരനും ജനകീയ സമരങ്ങളിലെ വീറുള്ള പ്രവർത്തകനുമാണ് ശശി. എല്ലാ തെയ്യക്കോലങ്ങളും കെട്ടുന്ന ശശിക്ക് തെയ്യങ്ങളെക്കുറിച്ച് മാത്രമല്ല ജാതി വ്യവസ്ഥയെക്കുറിച്ചും നാടിന്റെ ചരിത്രത്തെക്കുറിച്ചും നല്ല അറിവുണ്ട്. പാർട്ടി മെമ്പറാവുന്നതും തെയ്യം കിട്ടുന്നതും ഒന്നുമില്ല. അത് വേറെ ഇത് വേറെ. നമ്മളെ പിന്നെ വിശ്വാസത്തിന്റെ ഭാഗം അതുപോലെ കുലപരമായിട്ട് നമ്മൾ നടന്നുകൊണ്ട് പോയത് അതോടൊപ്പം ചെയ്യുമ്പോൾ തന്നെ പുരോഗമന പുസ്തകമായിട്ട് ബന്ധപ്പെടുന്നത് നാട്ടിലെ മറ്റ് പ്രവർത്തനത്തോട് നല്ല രീതിയിൽ പ്രതികരിക്കേണ്ട ഒരു മനുഷ്യ ജീവിക്കുന്ന അർത്ഥത്തിൽ നമ്മളെ ഉത്തരവാദിത്തമാണ്. അത് ഇതിനോട് തടസ്സമല്ല. അത് വേറെ ഇത് വേറെ. അപ്പോൾ നമ്മൾ ഈ പിന്നെ ക്ഷേത്രങ്ങളുടെ നടപ്പിലും കമ്മ്യൂണിസ്റ്റുകാർക്കൊരു നല്ല റോളുണ്ട് അല്ലേ? കുറെ കാര്യമുണ്ട്. അതൊരു കമ്മിറ്റിയിലൊക്കെ അതിപ്പോ പൊതുവെ പാർട്ടിക്കാരുടെ ഉദ്ദേശം വെച്ചാൽ ജനങ്ങളായിട്ട് കൂടുതൽ ഇടപെടുക, നല്ല സ്വഭാവം വെച്ച് പുലർത്താനുള്ള പാർട്ടിക്കാരുടെ ഇത്. അത് ഇങ്ങനത്തെ പൊതു ഇതാകുമ്പോൾ കൂടുതൽ ആളുകളായിട്ട് പിന്നെ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവരായിട്ട് കൂടുതൽ പിന്നെ അടുക്കാനുള്ളൊരു വേദി ഉത്സവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ ഭാഗമാണത്. വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിനടുത്ത് വയലിനക്കരെ കയ്യൂർ ആൽക്കീഴ് ഭഗവതി ക്ഷേത്രമുണ്ട്. അവിടെ അമ്പലം പുതുക്കി പണിയുകയാണ്. പണ്ട് പള്ളിക്കര യജമാനന്മാർ എന്ന് വിളിച്ചിരുന്ന നായന്മാരുടെ സ്വന്തമായിരുന്നു ആ ക്ഷേത്രം. ഇപ്പോൾ ജനകീയ കമ്മിറ്റിയുടെ ചുമതലയിലാണ്. ഈ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റായിരുന്ന പി വി ഗോപാലൻ ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധിക്കായി പരിശ്രമിച്ചു പോന്ന ഉറച്ച കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഇപ്പം നിങ്ങൾ പറയുന്ന ആള് പറയുന്ന കയ്യൂര് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരാണ്. ആടെ അമ്പലമില്ല ദൈവമില്ല എന്നൊന്ന് പറഞ്ഞാൽ അത് തീരെ ശരിയല്ല. അത് ഇടിയിലവരെ അതിനെ വേണ്ട പോലെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ സാമൂഹ്യ പൊളിച്ചിട്ടുള്ള കളഞ്ഞിന്. ഇപ്പം അത് ചെമ്പടിക്കായിരുന്നേ. നിങ്ങൾ അതിന്റെ പുരോഗതി ഏതാന്ന് ഇതാക്കണ്ടേ. ചെമ്പ് മറ്റേ അമ്പലം പുതുക്കി പണ്ടു. അതിന്റെ എല്ലാം ഭാരമായിട്ടും ഇപ്പോഴും പാർട്ടീന്റെ ആരെങ്കിലും ഒരാളയിലുണ്ടാവും. പാർട്ടീന്റെ അല്ലാത്തവർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പാർട്ടീന്റെ ഒരാളയിലുണ്ടാവും. പാർട്ടിയാങ്കാളും ഭൂരിപക്ഷം ആള് ഇതിലുണ്ടാവും. എങ്കിലും അത് അങ്ങനെ മറികടന്നു പോകില്ല. വേറൊന്നും ഇതിന് പ്രാധാന്യം ഞാനെല്ലാം കൊടുക്കുന്നതിന് ഈ കമ്മ്യൂണിസ്റ്റുകാർ നിരീശ്വരവാദികളാണ് എന്നതിന്റെ പ്രചരണമുണ്ട്. അതെല്ലാം നിന്റെ തെളിവ് വേണം. അതിന് വേണം. അതുകൊണ്ടാണ് ഞങ്ങളുടെ രീതിയിൽ പിന്നെ പ്രവർത്തിക്കാൻ പോകുന്നത്. വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിലെ ഉത്സവത്തിലെ മറ്റൊരു പ്രധാന ഇനം നായാട്ടാണ്. ഉന്നം തെറ്റാതെ വെടിവെക്കാൻ കഴിവുള്ള ഒട്ടേറെ പേർ ഇവിടെയുണ്ട്. ഒരു തെങ്ങിൽ വളരെ ഉയരത്തിൽ കെട്ടിയിട്ട തേങ്ങയിലേക്ക് വെടിവെക്കുന്നത് ഇവിടത്തെ ഒരു പ്രധാന ചടങ്ങാണ്.